അശ്വിൻ്റെ ടിക്ടോക്കിൻ്റെ ടൈമിൽ ഞാൻ അശ്വിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് നാൾ കാണാനില്ല. എവിടെയായിരുന്നു കുറച്ച് നാളപ്പോൾ? ഞാൻ ടിക്ടോക്ക് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 80K ഫോളോവേഴ്സ് അതിന് അടുത്തുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കോമഡി വീഡിയോ ചെയ്യുന്നു, സീരിയസ് ആയിട്ട് സുപ്രീം കോടതിയിലും പാർലമെന്റിലും കയറി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യണോ, ഫണ്ണി വീഡിയോസ് ചെയ്യണോ എന്നുള്ള സാധനം അമ്മ അപമാനിച്ച് വിട്ടു തന്നെ. അതായത് നീ പണ്ട് വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നല്ലോടാ, ഇതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ അറിയില്ല. അപ്പോൾ അത് കല്യാണി പ്രിയദർശനൊക്കെ ഇതിൽ കമന്റ് ചെയ്തു, വിനീത് ശ്രീനൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ പൊതുവെ ആരും ചെയ്തിട്ടില്ല ഈ സാധനം. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു മറ്റൊരു പാട്ടുണ്ടല്ലോ ഈ പറയാ ഹലുവാക്കണ്ണ, ഈ ഹലുവാക്കണ്ണൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യും? അപ്പൊ ആൾക്കാർ പറയും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ തരും. അപ്പൊ ഞാൻ ഹൽവ എന്നൊക്കെ അടിച്ച് നോക്കും, കിട്ടൂല. അങ്ങനെ കുറെ പാട്ട്. അപ്പൊ ഇപ്പോഴുള്ള എന്റെ ഫ്രണ്ട് സർക്കിൾ, ജെൻസി ഫ്രണ്ട് സർക്കിൾ, ഇവരുടെ ടേംസ്, ഇവരുടെ പരിപാടി, ഇവരുടെ പാട്ട് ഇങ്ങനെ സഹിക്കബിളാണ് പരിപാടി. പക്ഷെ മനസ്സിലായി തുടങ്ങി. വേറെ വഴിയില്ല, നമ്മൾ ബാഗി ജീൻസ് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും. ഇവരോട്ട് സംസാരിക്കാൻ രസമാണ്. ഇവര് റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ, ഓർബിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർബിറ്റ് പൈസ കിട്ടുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കൊളാബ് വന്നപ്പോ ഒരു പ്രൊഡക്റ്റ് കിട്ടിയല്ലേ, അപ്പൊ ഞാൻ ഷൂ അത് പ്രൊഡക്റ്റ് തന്നു. ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്കിങ്ങനെ അവരോട് പറയാനും, വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാനൊരു മടിയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 20,000 രൂപ, ഞാൻ 1000 രൂപയാണ് വാങ്ങുന്നത്, ഞാൻ 20,000 ആണ് എന്റെ റേറ്റ് പറഞ്ഞു. ഞാൻ ഇവർ ഒഴിവായി പോവായിരുന്നു. ഇതൊന്നും ഓക്കെ 20,000 ഓക്കെ എന്ന് പറഞ്ഞു. പരിപാടി കൊള്ളാലോ. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമാണ് വരുമാന മാർഗം. നല്ല പൈസ ഉണ്ട്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കോട്ടെ. ഹലോ, ഇന്ന് സിനിമാ പ്രാന്തനിൽ നമ്മുടെ കൂടെ ഉള്ളത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറച്ചധികം നാളുകളിലായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അശ്വിൻ KP അച്ചു. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. അതായത് അശ്വിൻ്റെ ടിക്ടോക്കിൻ്റെ ടൈമിൽ ഞാൻ അശ്വിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് നാൾ കാണാനില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് കാണാൻ തുടങ്ങി. എവിടെയായിരുന്നു കുറച്ച് നാളപ്പോൾ? ഞാൻ ടിക്ടോക്ക് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 80K ഫോളോവേഴ്സ് അതിന് അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈരളി ന്യൂസിലേക്ക് റിപ്പോർട്ടറായി കയറി, ഡൽഹി ബ്യൂറോ റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് നമ്മൾ കോമഡി വീഡിയോ ചെയ്യുന്നു, സീരിയസ് ആയിട്ട് സുപ്രീം കോടതിയിലും പാർലമെന്റിലും കയറി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യണോ, ഫണ്ണി വീഡിയോസ് ചെയ്യണോ എന്നുള്ള സാധനത്തിൽ. പിന്നെ പേഴ്സണൽ റീസൺസ്, അക്കാദമിക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു ഒന്ന് ബ്രേക്ക് എടുത്തേക്കാന്ന് ചോദിച്ചു. ഇപ്പോൾ അതിനേക്കാളും നല്ല കണ്ടന്റ്സ് കൊടുക്കുന്ന ആൾക്കാർ വന്നേ, കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ നമുക്കത് അതിന് മാത്രം ഒരു സാധനം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി വീട്ടിലെത്തി ഒരു പണിയില്ലാതിരിക്കുമ്പോൾ അമ്മ കളിയാക്കി. അമ്മ അപമാനിച്ച് വിട്ടു തന്നെ. അതായത് നീ പണ്ട് വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നല്ലോടാ, ഇതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് അമ്മക്ക് ഫോണൊന്നുമില്ല, സ്മാർട്ട് ഫോൺ. ഇപ്പോഴാണ് അമ്മക്കും അച്ഛനും എക്സ്പോഷർ കിട്ടുന്നത് സ്മാർട്ട് ഫോണിന്റെ. ആ സമയത്ത് അമ്മക്ക് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ നീ പണ്ട് വലിയ നമുക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള അപമാനമൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 2 മാസം കൊണ്ട് ഞാൻ വൈറലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ. പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. കൊടുത്ത വാക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് വന്നു. അത് വാക്കല്ല, അത് വാക്ക് കൊടുക്കുന്നല്ല. ഞാൻ നാണക്കേട് കാരണം ഞാനത് സഹികെട്ടിട്ട് ഞാനങ്ങനെ പറഞ്ഞതാ. പക്ഷെ എങ്ങനെയോ വൈറലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ വീഡിയോ കാണാൻ എപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ള സാധനം. എനിക്ക് നമ്മുടെ വീഡിയോ ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്താലും കാണാൻ ആൾക്കാരുണ്ട്. പക്ഷെ അശ്വിനായിട്ട് കൊണ്ടുവന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു പാട്ടിനെ വേറൊരു ഫിൽറ്റർ യൂസ് ചെയ്ത്, എന്താ ഇനിയിപ്പോ പറയാൻ പറ്റുക? ഞാൻ സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പാട്ടിന് ചെയ്യുന്നത്. ആ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു വന്നത്? ഞാനിത് പണ്ട് ഉണക്കമുന്തിരി പറക്ക പാട്ട് ഇറങ്ങിയ സമയത്ത് വെറുതെ ഇരുന്ന് ചെയ്തതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് കുറെ ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ചെയ്ത സമയത്ത് ഇതങ്ങ് വൈറലായി. അപ്പോൾ അത് കല്യാണി പ്രിയദർശനൊക്കെ ഇതിൽ കമന്റ് ചെയ്തു, വിനീത് ശ്രീനൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ പൊതുവെ ആരും ചെയ്തിട്ടില്ല ഈ സാധനം. പിന്നെ ഞാൻ ഒരു 2-3 പാട്ടൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു. പിന്നെ എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ചെയ്യാത്ത സമയത്ത്. അതിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുത്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ 2ാമത് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എന്തിട്ടാലാണ് വൈറലാവുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ആകെയുള്ള ഒരു പരിപാടി ഫിൽറ്റർ വെച്ചിട്ട് എല്ലാരും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഞാനൊന്ന് വെറുതെ ഇട്ട് നോക്കി, അത് കൊടുത്തു. അതിന് ഈ ഓരോ ഫിൽറ്റേഴ്സ് ഒക്കെ തലപോകഞ്ഞ് ആലോചിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് കുറച്ച് കഷ്ടപ്പാടാ. മുന്നേ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറെ ഫിൽറ്റേഴ്സ് കിട്ടിയാണ്. ഇപ്പൊ സ്നാപ്ചാറ്റില് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് എടുത്താൽ മഴ എന്നാണെങ്കിൽ നമ്മൾ മഴന്നിരുന്ന് റെയിൻ സെർച്ച് ചെയ്ത് അതിന് പറ്റിയ ഫിൽറ്റർ എടുത്ത് നോക്കി. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു മറ്റൊരു പാട്ടുണ്ടല്ലോ ഈ പറയാ ഹലുവാക്കണ്ണ, ഈ ഹലുവാക്കണ്ണൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യും?
അപ്പൊ ആൾക്കാർ പറയും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ തരും. അപ്പൊ ഞാൻ ഹൽവ എന്നൊക്കെ അടിച്ച് നോക്കും, കിട്ടൂല. അങ്ങനെ കുറെ പാട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. ഇതാണ് ഫിൽറ്ററിന്റെ പരിപാടി. ഈ ഫിൽറ്റർ വെച്ചപ്പോ ആദ്യം ചെയ്തത് ഈ ഉണക്കമുന്തിരിയാണ് ആദ്യമായിട്ട് ചെയ്തത്. അത് പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി. എന്റെ പഴയ വീഡിയോയിൽ അപ്പോൾ ആ സാധനം വിനീത് ശ്രീനിവാസന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് അത് നോട്ടീസ് ചെയ്യുന്നത്. സ്റ്റോറി കിട്ടു, പിന്നെ കല്യാണി പ്രദേശം പെട്ടെന്ന് കമന്റ് ചെയ്തു. എനിക്കൊക്കെ അത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു സെലിബ്രിറ്റി കമന്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 പാട്ട് ചെയ്തു. അതൊക്കെ വൈറലായി ആ സമയത്ത്. പിന്നെ ഞാൻ അതേ ഉണക്കമുന്തിരി ഈ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇതിലും വൈറലായിട്ടുണ്ട്. 1 മില്യൺ എന്തോ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ 4 കൊല്ലം മുന്നേ ചെയ്ത സാധനം ഇപ്പൊ എടുത്തിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സ്കോപ്പ് ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ ഇത് വൈറലാവുന്ന കണ്ടിട്ട് അമ്മച്ചനൊക്കെ എന്ത് പറഞ്ഞായിരുന്നു? അമ്മയുടെ കളിയാക്കല് എന്തായി? അമ്മ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് കൊളാബിലൊരു സാരി കിട്ടി. സാരിയോ? കൊളാബിലോ? എന്നോട് പറഞ്ഞു അമ്മ സാരി ഉടുക്കുവോ, കൊളാബ് ആയിട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊളാബ് എങ്ങനെ ചെയ്യാ, ഇപ്പൊ ഞാൻ സാരി ഉടുത്ത് വരേണ്ടി വരുമല്ലോ. അപ്പൊ അവസാനം അമ്മ കൊളാബ് ചെയ്യണ്ട, അമ്മക്ക് ഞാൻ ഒരു സാരി തരാമെന്ന് ആ സാരി തന്നു. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടു അമ്മനെ വെച്ചിട്ട്. അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അമ്മക്കൊരു സാധനം വാങ്ങി കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ഓക്കെ ഓണത്തിന് സാരിയൊക്കെ വാങ്ങി തന്നു എന്നുള്ള രീതിയിൽ അമ്മമ്മയോടൊക്കെ പറഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. അല്ലാതെ വലിയ വിലയൊന്നുമില്ല. ഇപ്പൊ ഈ വീഡിയോസിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം അമ്മയുടെ സംസാരിക്കുന്നതാണല്ലോ. മറ്റേ ഇടയ്ക്ക് ഒരു വീഡിയോ ഇല്ലായിരുന്നു, പൈപ്പ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ? അല്ല, അമ്മയോട് പ്ലാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ ഇതിനൊന്നും വന്ന് നിൽക്കുകയും ചെയ്യില്ല. ആ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നം, എന്നെ അടിച്ചു കൊല്ലും തന്നെ. വീഡിയോയിലൊന്നും വരാത്ത ആളാ. അപ്പോ ചില കൊളാബ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അമ്മയോട് അമ്മ ഇതൊന്ന് പറയാന്ന് വെച്ചാൽ ഒരു 40-50 ടേക്ക് അങ്ങനെയൊക്കെ പോയി അമ്മയുടെ കാല് പിടിച്ച് അമ്മ 2 പ്രാവശ്യം തെറ്റിച്ചിട്ട് അമ്മ അങ്ങ് പോകും, എനിക്ക് പോയിടാന്നൊക്കെ പറഞ്ഞു പോകും. ബാക്കിയൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാറ്, അമ്മേനെ മാതാശ്രീ എന്നൊക്കെയാ വിളിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കാറ്. അതുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പ്ലാൻഡ് ആണെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അമ്മേനെ കളിയാക്കാൻ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അച്ചടി ഭാഷയിലൊക്കെ ഞാൻ സംസാരിക്കും. പൈപ്പ് ഇത് ഉറവ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് സംസാരിക്കാറ്. അത് ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നല്ല, അമ്മ പ്ലാൻഡ് ആയിട്ട് വീഡിയോ. അതുപോലെ തന്നെ ഒരു കല്യാണാലോചന വന്നതിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത്, അത് പ്ലാൻഡ് വീഡിയോ ആയിരുന്നു. അത് കുറേ കഷ്ടപ്പെട്ടു പറയാൻ പറ്റും. അത് കല്യാണ വീഡിയോ ശരിക്കും ആക്ച്വലി അത് വന്നിരുന്നു. പക്ഷെ അതെനിക്ക് ഡൽഹിയിൽ ഉണ്ടാകുന്ന സമയത്ത് അമ്മ വാട്സാപ്പിൽ അയച്ചെന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എന്നാ ഇത് ആ വാട്സാപ്പിൽ അയച്ച അതേ സാധനം ഒന്ന് പറഞ്ഞു. അമ്മ ഫോണിൽ ആ സാധനം വായിച്ചു. അങ്ങനെ എടുക്കുക. ഭയങ്കര കഷ്ടപ്പാടാണ്. അത് മുന്നേ നടന്നൊരു സംഭവമാണ്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തതാ. അത് ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വാട്സാപ്പിലാകുമ്പോൾ നമ്മള് മോനെ ഒരു കല്യാണാലോചന വന്നു. ഞാൻ അത് എന്താ ആരാ കുട്ടി ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് BEd പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ ഇനി അടുത്തത് എന്താണ്? അത് ഞാൻ മുടക്കിയാണ്. ഞാൻ ആ ഷോക്കായി പോയി. ജോലിയും കൂടി ഇല്ലാത്ത എനിക്ക് പെണ്ണൊന്നുമില്ലടാ, പോടാ പഠിച്ച് ജോലിയാക്കടാന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ മുടക്കും. പുറത്തുനിന്നാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയോ? എനിക്ക് 27 വയസ്സായി. കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. സമ്മതിക്കുന്നുണ്ടോ അത്? അതെ, ആയിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാനും ഇല്ല. പക്ഷെ ഇങ്ങനെ ആലോചനകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ വരും. അങ്ങനെ എനിക്കൊരു 23 വയസ്സാണ്. ഞാൻ കൈരളി ജേർണലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആലോചന വന്നിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് അയ്യോ ഞാൻ ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ കൂടി. എന്നെ ബ്രോക്കറാ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു അത് ഇങ്ങനെ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ വിചാരിച്ചാൽ ആരെയെ പറ്റിയോ അന്വേഷിക്കാനാണെന്നാ വിചാരിച്ചത്. പിന്നെ പറഞ്ഞത് എനിക്കാണ് ആലോചന. അയ്യോ എനിക്ക് 23 വയസ്സായിട്ട് എനിക്ക് കല്യാണ പ്രായം ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പേടിച്ചു പോയി ഞാൻ. അപ്പോ ആ സമയത്തൊക്കെ വരികയായിരുന്നു. പക്ഷെ ആ മെച്യൂരിറ്റി ഇല്ല. ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോഴും കുഞ്ഞാണ്. പല വീഡിയോസിലും കണ്ടുള്ളൂ ഈ 90s കിഡ്സിന് ജെൻസി പിള്ളേരെ പോലെ ആവാനായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ. അത് സ്വയം തോന്നിയതാണോ, അത് എവിടെന്നെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണോ? ഞാൻ ഡൽഹിയിൽ 9 വർഷമായി. ഞാൻ ജോലി ചെയ്തത് ഡൽഹിയിലാണ്. അങ്ങനെ ഈ ഒരു ജനറേഷൻ 90s കിഡ്സ് പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് പഠിക്കുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പാസ് ഔട്ടായി പോയി. ഞാനപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഒരു ആന്ത്രോപോളജി മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 9 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് നിന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മാറി മാറി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ ജെൻസി ഫ്രണ്ട് സർക്കിൾ. ഇവരുടെ ടേംസ്, ഇവരുടെ പരിപാടി, ഇവരുടെ പാട്ട് ഇങ്ങനെ ഇരിക്കുക. സൈക്കബിൾ ആണ് പരിപാടി. പക്ഷെ മനസ്സിലായി തുടങ്ങി. വേറെ വഴിയില്ല. നമ്മൾ ബാഗി ജീൻസ് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും. അപ്പോ ആ ഒരു രീതിയിൽ ഇപ്പൊ കുറച്ച് ജെൻസി ആയി എന്നൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് വ്യത്യാസം മനസ്സിലാവും. ഇവര് ആന്റിന തിരിച്ചിട്ട് ക്രിക്കറ്റ് കളി കണ്ട പരിപാടിയോ അല്ലെങ്കിൽ 10:30 ദൂരദർശനിൽ വരുന്ന മൗഗ്ലി പരിപാടിയൊന്നും എനിക്ക് അറിയില്ല. ഇവര് മൗഗ്ലി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ജംഗിൾ ബുക്കൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ആന്റിന തിരിച്ച് പിന്നെ വലിയൊരു കൊടയുണ്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ. ഇതൊന്നും എനിക്ക് അറിയില്ല.
ഇവര് ജനിക്കുന്ന സമയം മുതലേ സ്മാർട്ട് ഫോൺ ഒക്കെ കയ്യിലുണ്ടല്ലോ. നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കണ്ടാണല്ലോ, അതിന്റെ വ്യത്യാസം ഉണ്ട്. നന്നായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കോണ്ടന്റ് രസാ, ഇവരോട്ട് സംസാരിക്കാൻ രസാ. ഇവര് റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ പറയുമ്പോ ഓർബിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഓർബിറ്റ് പിന്നെയാണ് മനസ്സിലായത് വേറെ എന്തോ പരിപാടിയാണ്. ഒരാള് മനസ്സിലാവില്ല റിലേഷൻ സിറ്റുവേഷൻഷിപ്പ് ഷിപ്പുകളുണ്ട്. അത് ഇത്തിരി പാടാ. എനിക്കും അറിയില്ല അത് പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ബംബിൾ ഹിഞ്ചിലൊക്കെ കയറണം. അയ്യോ ഇവരിങ്ങനെ ഓരോ സാധനങ്ങള് എനിക്കിത് ഇങ്ങനെ സിറ്റുവേഷൻഷിപ്പ്, ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഓപ്പൺ റിലേഷൻഷിപ്പ്. ഇതല്ലല്ലോ നമ്മുടെ പരിപാടി. എനിക്ക് ഈ ബംബിൾ ഹിഞ്ച് പരിപാടിയേ നടക്കില്ല. നമ്മളിങ്ങനെ ഇത് പരിപാടി എന്നോട് പിള്ളേരൊക്കെ പറഞ്ഞു റിലേഷൻ ഇപ്പൊ ഇതല്ലേ എന്നാ ബംബിള് തുടങ്ങിക്കൂടെ പറഞ്ഞു. ഞാൻ തുടങ്ങി. ഇത് ഒന്നാമത് ചെറിയ കുഞ്ഞു മക്കള്, രണ്ടാമത് ഇവർക്ക് ഇതെന്താണ് പരിപാടി, ഇതെന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കറിയാം. നമ്മൾ ആദ്യം തന്നെ ഡേറ്റ് ചെയ്യാൻ പോയില്ലേ, അപ്പൊ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് പോയിരിക്കുന്നത് പോലെയാ. അപ്പോ ഒന്നാമത് ഹിന്ദിക്കാരികളുണ്ടാവുക, എന്റെ മലയാളം എന്റെ ഹിന്ദി അവർക്കും അവരുടെ ഹിന്ദി എനിക്കും മനസ്സിലാവുന്നതുകൊണ്ട് ഒന്നും നടക്കാറില്ല. അതാണ് പ്രശ്നം. പക്ഷെ കൊള്ളാം, ജെൻസി പിള്ളേരെ എനിക്ക് ഇഷ്ടം. അവർ കുറച്ചും കൂടെ പൊളിറ്റിക്കൽ ആയി കഴിഞ്ഞാൽ ഉഷാറ് പിള്ളേരാണ്. അവര് പുറത്തത്തെ സാധനങ്ങളൊന്നും അവർ കെയർ ചെയ്യുന്നില്ല, അമ്മാവന്മാരൊന്നും വക വെക്കുന്നില്ല. നല്ല പിള്ളേരാണ്. അവരുടെ കാര്യം മാത്രം നോക്കാം, അവരുടെ എൻജോയ്മെന്റ്, ഹാപ്പിനെസ് മാത്രം. അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ റിലേഷൻഷിപ്പ് സാധനങ്ങൾ ഇതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം. അതെ, നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അല്ല, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഡേറ്റിംഗ് ആപ്പ് ഒന്നും ട്രൈ ചെയ്തില്ല? ഇല്ല, പേടിയായി പോയോ? ഇടയ്ക്ക് അരികെ ആപ്പ് എടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഡൽഹി നല്ല ഡേറ്റിംഗ് ആപ്പ്. നമ്മൾ 3 റൂംമേറ്റ് ആയിരുന്നു എനിക്ക്. നമ്മള് 3 ആളും എല്ലാം എടുത്തു. അരികയൊക്കെ വലിയ കോമഡി ആട്ടോ അരിക ആപ്പ്. അത് ഞാൻ എന്താ പറയണ, മലയാളി ഡേറ്റിംഗോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ക്യാപ്ഷൻ. പക്ഷെ വേറെ മലയാളീസ് മീറ്റ് ദിവസം രേവതി 23 വയസ്സ്, പൂരം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതൊരു ജാതകം പരിപാടിയാ. നമ്മൾ മാട്രിമോണി, മോഡേൺ മാട്രിമോണി, അത് ജോലി, ഇത് ഇങ്ങനെയുള്ള സാധനം മറ്റേ ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ പരിപാടി അല്ല. അത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അമൃത, പൂരാടൻ നക്ഷത്രം, 33 വയസ്സ്, ഹിന്ദു, നായർ യുവതി, ഇങ്ങനെയൊക്കെയാണ് പരിപാടി. പഴയ മനോരമ മാട്രിമോണി വരുമല്ലോ, ഇത് സെയിം പരിപാടിയാ. അരികെ അപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ആളിപ്പോ ഉണ്ടോ? ഇല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് റിപ്ലൈ തരുമായിരിക്കും. ഫാൻസ് ഒക്കെ എങ്ങനെ, പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യമേ അങ്ങ് പറഞ്ഞു. അതാണ് ആൾക്കാർ പ്രപ്പോസലൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ വലിയൊരു കരിയറിന്റെ സ്ട്രഗ്ലിംഗ് ഫേസിലായിട്ട് ഉള്ളത്. അതിനിടയിൽ വേറൊരാൾ വന്ന് ഫോം ഏറ്റുവാങ്ങി പോകണം എന്ന് എനിക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പണികളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ എൻ്റെ ഒരു കരിയറിന്റെ ഇനി ഇങ്ങോട്ട് പോകുന്നുള്ള സാധനം കുറെ ഇപ്പൊ പഠിത്തം കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തി, ഇനി ഉപരിപഠനം എടുക്കണോ, ജോലിക്ക് പോകണോ, ഇങ്ങനെ വല്ലാത്തൊരു ക്രൈസിസിൽ നിൽക്കുകയാണ്. അതായത് വീട്ടിൽ വേലയില്ല പട്ടധാരിയായി ഇരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ സ്ട്രഗിളിന്റെ ഇടയിലേക്ക് വേറൊരാളെ കൊണ്ടുവന്ന് നരകിപ്പിച്ച് വിടണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാനൊന്ന് സെറ്റിലൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ അശ്വിൻ ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു. ഇപ്പൊ പലരും കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ടൈം കൂടെ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇതൊരു പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ട? എനിക്ക് അറിയില്ല ഇതിനെങ്ങനെയാ മാർക്കറ്റ് ചെയ്യേണ്ടത്, എന്താ ഇതിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. ഞാനേ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കൊളാബ് വന്നപ്പോ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് കിട്ടിയല്ലേ, അപ്പൊ ഞാൻ ഷൂ അത് പ്രൊഡക്റ്റ് തന്നു. ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു എടാ പൈസ വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു 1000 രൂപ തരാം. ഞാൻ ഓക്കെ 1000 രൂപ, അത് നമ്മളൊരു പ്രൊഡക്റ്റും കിട്ടി, 1000 രൂപയും കിട്ടി, അത് വീട്ടിൽ ചെലവിനായല്ലോ. അപ്പോൾ ഒരു വലിയ ബ്രാൻഡ് ഇത് കുറച്ച് വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷം എന്നോട് വന്നിട്ട് കൊളാബ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ എല്ലാ വീഡിയോസും കൊളാബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അവരോട് പറയാനും വലിയ ബ്രാൻഡ് ആയതുകൊണ്ടേ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാനൊരു മടിയായിട്ട് ഞാൻ പറഞ്ഞു അതെ ഞാൻ പൈസ കയറ്റി പറയാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 20,000 രൂപ, ഞാൻ 1000 രൂപയാണ് വാങ്ങുന്നത്, ഞാൻ പറഞ്ഞു 20,000 ആണ് എൻ്റെ റേറ്റ് പറഞ്ഞു. ഞാൻ ഇവർ ഒഴിവായി പോവായിരിക്കും. ഇതൊന്നും ആ ഓക്കെ 20,000 ഓക്കെ എന്ന് പറഞ്ഞു. പരിപാടി കൊള്ളാലോ. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമാണ് വരുമാന മാർഗം. നല്ല പൈസ ഉണ്ട്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കോട്ടെ, നല്ല പൈസയാണേ. അതായത് കൊളാബിലൂടെ മാത്രം നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു 30K ഫോളോവേഴ്സ് സമയത്ത് ഒരു ബ്രാൻഡ് വന്ന് 20,000 തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കിട്ടും നന്നായിട്ട്. നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തോണ്ടല്ലേ. ഞാൻ കൈരളി ന്യൂസിൽ ഡൽഹിയിൽ കഷ്ടപ്പെട്ട് പൊരിവയിലത്ത് പണിയെടുത്തിട്ട് 23,000 രൂപ കിട്ടിയത് മാസം കിട്ടുന്നത്. ഒറ്റ റീലില് എനിക്ക് ആ പൈസ കിട്ടിയെന്ന് പറയുമ്പോ
ലാഭം പരിപാടിയാണ്. ലാഭം പണിയെടുക്കേണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, വെറുതെ ഇരുന്ന് വീഡിയോ ചെയ്യാന്നുള്ള പരിപാടിയാണല്ലോ. അതിനിടയ്ക്ക് 30K ഫോളോവേഴ്സ് ആയപ്പോ ഒരു ഗിവ് അവേയും ഉണ്ടായിരുന്നു. ഗിവ് അവേ ഉണ്ട്. ഇത്രയും ഫോളോവേഴ്സിൽ തന്നെ ഗിവ് അവേയും ചെയ്യാനായിട്ട് പറ്റുമല്ലേ? ആ ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ ട്രാവൽ ഏജൻസി തന്നെയാണ്. അപ്പൊ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ബാക്കി എല്ലാവരും ഗിവ് അവേ കൊടുക്കുന്നു. എനിക്കൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ ടിക്ടോക്കിൽ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഗിവ് അവേ പരിപാടി ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചടാ, ഒന്ന് കൊടുക്കടാ, 2 മലയാളി ട്രിപ്പ് കൊടുക്കടാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ സഹി കെട്ടിട്ട് തന്ന ഗിവ് അവേ. അതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ഇതാ ഇപ്പൊ അടുത്ത ദിവസം കഴിഞ്ഞല്ലേ? അത് ഇല്ല, റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോഴും നമുക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇപ്പൊ വേണേലും മണാലി ട്രിപ്പ് 2 പേർക്ക് അവരുടെ സുഹൃത്തിനെയും കൂട്ടി പോയി. മൊത്തം 4 പേര്. അടിപൊളി. അത് മർജുന് സ്പെഷ്യൽ താങ്ക്സ്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. റീൽസ് ഓർ യൂട്യൂബ് ഷോർട്സ്? റീൽസ്. പക്ഷെ യൂട്യൂബിലും കണ്ടന്റ് ഇടാറുണ്ടല്ലേ? യൂട്യൂബിൽ ഞാൻ ഇപ്പൊ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര മോശം. അമ്മമാര് കേറിയിട്ട് തെറിവിളിയും പരിപാടിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് തന്നെ പണിയുണ്ട്. കമന്റ്സ് എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മളെ പോലെ പിള്ളേര് സെറ്റ് അല്ലെങ്കിൽ ഒരു 20 to 30 ഇതേ വീഡിയോ പ്രായമായിട്ടുള്ള ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും പോകുന്ന സമയത്ത് ഓഡിയൻസ് കംപ്ലീറ്റ് മാറി. ഒരു കൊച്ചു കുട്ടികളാണ് കാണുക, അല്ലെങ്കിൽ വലിയ ആൾക്കാരെ കാണാം. ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 തെറി വിളിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ യൂട്യൂബ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ആപ്പ് രാവിലെ എണീറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാഗ്രാം. ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഇമോജി ഏതായിരിക്കും? കൊരങ്ങൻ, കണ്ണ് പൊത്തുന്ന. അതെന്താ? അത് എനിക്കറിയില്ല. ഞാൻ എല്ലാ പ്രാവശ്യം കൊരങ്ങൻ, ആ കണ്ണ്, ചെവി, വായി പൊത്തുന്ന കൊരങ്ങൻ, ഇതാണ് എന്റെ മെയിൻ ഇമോജി. എല്ലാവർക്കും ഞാൻ അയക്കും. എന്നോട് നിർത്തണമെന്നൊക്കെ പറയും. അടിപൊളി. ഓക്കെ, ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു DM, ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുള്ളത്? ഫണ്ണി ആയിട്ടുള്ളത് ഞാൻ 2ാമത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, എടാ നീ ചത്തു നാടാ കരുതിയെന്ന്. അങ്ങനെ അയച്ചു തന്നടാ. നീ ചത്തു നാടാ നമ്മളൊക്കെ കരുതിയത് എന്നൊക്കെ പറഞ്ഞു. പേഴ്സണലി അറിയാവുന്ന ആള് തന്നെ. അറിയാത്തൊരു എനിക്ക്, അതായത് ടിക്ടോക്കിലൂടെ എനിക്ക് അറിയാം. അപ്പൊ പുള്ളി വിചാരിച്ച് ഞാൻ മരിച്ചു പോയി 5 കൊല്ലമായിട്ട് കാണാത്ത സമയത്ത്. പക്ഷെ ഞാൻ ആ സമയത്ത് വേറെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. അത് സോഷ്യൽ മീഡിയ മൊത്തത്തിലില്ലായിരുന്നു ആ ടൈമിൽ. ഇല്ല, ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് അക്കാദമിക് പരിപാടികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഞാനൊരു ഡോക്യുമെന്ററി ചെയ്തു, അത് IFSKൽ പോയി. പിന്നെ ഒരു പ്രദീപ് കുമാർ ഉണ്ടല്ലോ, തമിഴ് സോങ് ചെയ്യുന്ന, പുള്ളിയുടെ ഒരു ആൽബത്തിൽ അഭിനയിച്ചു. അങ്ങനെ കുറെ പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടെ അതിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടല്ലോ. അറിയില്ല ഈ സംഭവം. ആ സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പോ ഇങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൊഡക്റ്റീവ് ഗ്യാപ്പ് ആയിരുന്നു. ഓക്കെ, അടിപൊളി. ഇപ്പം അശ്വിന്റെ ലൈഫിന് ഒരു ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഹാഷ്ടാഗ്? കോമാളിന്നോ മറ്റോ എനിക്ക് ഇഷ്ടമാട്ടോ അത് പരിപാടി. എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ ഭയങ്കര ഫണ്ട് കണ്ടെത്തുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വീഡിയോ ഇട്ട് ആൾക്കാരെ ചിരിപ്പിക്കുക, അതിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുക, അതാണ് എന്റെ ഹൈ. സോ അങ്ങനെ എനിക്ക് കോമാളി എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, സന്തോഷമായിട്ട്. ഓക്കെ, ഒരു നൈറ്റ് ഓൾ ആണോ ഏർലി ബേർഡ് ആണോ? നൈറ്റ് ഓൾ. ഡൽഹിയിൽ അങ്ങനെയാണ്. ഡൽഹിയിൽ ഒരു 12 മണിക്ക് മുതൽ രാത്രി 2 മണി വരെയാണ്. ഞാൻ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ആയി ഇപ്പോൾ 9 വർഷം കൊണ്ട്. രാവിലെ എണീക്കുന്ന പരിപാടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഉച്ചക്കാണ് എഴുന്നേക്കുന്നത്, രാത്രി കുറെ സമയം സ്പെൻഡ് ചെയ്യും, അതാണ് പരിപാടി. അടിപൊളി. അപ്പൊ ഈ റീലൊക്കെ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ രാത്രിയിൽ ഇരുന്നിട്ടായിരിക്കും? ഓക്കെ, ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നൊരു കണ്ടന്റ് ചോദിച്ചാൽ ഏതായിരിക്കും? ഈ അക്കൗണ്ടിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ടിക്ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? ഒരുപാട് കണ്ടന്റ്. ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുമായിരുന്നു. അത് ഇടപെടണം തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ വളരെ ഭീകരമായിട്ട് വിമർശിക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. പല വിഷയങ്ങളിലും ഞാൻ അങ്ങനെ പൊട്ടിത്തെറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നത്. എന്റെ പൊളിറ്റിക്കൽ കണ്ടന്റ്സിലൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതങ്ങനെ കുറെ സ്ഥലത്ത് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഫേവറേറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്? അയ്യോ, അത് ഓൾഡ് മങ്കി എന്ന് പറഞ്ഞ ഫിൽറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. ഇൻസ്റ്റാഗ്രാമിൽ ഓൾഡ് മങ്കി എന്ന് പറഞ്ഞ നല്ല ഫിൽറ്ററാണ്. ആണോ? ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ? വീഡിയോസ് എടുക്കാൻ. ഞാൻ തന്നെ ഷാറൂഖ് ഖാനാ തോന്നുന്നു. ഓൾഡ് മങ്കി എല്ലാവരും. ഓക്കെ, എല്ലാവരും. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാനത് എന്തായാലും ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഡ്രീം കൊളാബ് ആരുമായിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡ്രീം കൊളാബ് എനിക്ക് അർജുൻ കേസി, ഐഡിയ സ്റ്റാർ സിംഗിൾ ഇപ്പൊ പാടുന്ന പുള്ളി എന്നെ കാണാൻ ഒരേപോലെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. എന്നെ ഞാൻ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് അർജുൻ കേസി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഞാൻ ഇടക്ക് അർജുൻ കേസി ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കുടുങ്ങി പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പൊ കോളേജ് പിള്ളേരായിരുന്നു, കുറെ പെൺകുട്ടികൾ, ഏതോ നഴ്സിംഗ് കോളേജാ.
അപ്പൊ അർജുൻ ചേച്ചി അല്ലേന്ന് വെച്ചപ്പോ ഞാൻ ആണെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് പോയി പാട്ട് പഠിച്ചു. ആണോ? ആ ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് പാടാറിയില്ല, മലർകളെ ഇപ്പൊ പാടുന്നു പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ നാണം കെട്ടു പോയി. ഞാൻ പറഞ്ഞ അശ്വിനാണ്, അർജുൻ അല്ലാതെ സോറിയൊക്കെ പറഞ്ഞു വന്നു. എന്നെയും പുള്ളിയും കാണാൻ വേണ്ടിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്ക് ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ കോള് വരും. എനിക്ക് ആ സമയത്ത് 40K ഫോളോവേഴ്സിനെ, പുള്ളിക്ക് 40K, അർജുൻ KC, അശ്വിൻ KP. അപ്പോൾ എനിക്ക് ആള് മാറി മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ച് അർജുനാണെന്നുള്ള രീതിയിൽ അശ്വിൻ KP അല്ലേ തന്നെ ചോദിച്ചിട്ട് സംസാരിക്കും. അവസാനമാണ് പറയാ സി കേരളത്തിലെ പാട്ടെന്ന്. ഞാൻ അയ്യോ ഇത് ഞാനല്ല, വേറെ ആളാണ്. പുള്ളിക്ക് ഇതേപോലെ വരാറുണ്ട്. പുള്ളി ഞാൻ മെസ്സേജ് ഒക്കെ വരുന്നു ആ സമയത്ത്. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞിട്ടെങ്കിലും രണ്ടുപേരും തമ്മിലൊരു വീഡിയോ കാണാനായിട്ട് പറ്റട്ടെ. ഇതുവരെ ഉള്ളതിൽ ഇഷ്ടമല്ലാത്തൊരു ട്രെൻഡ് ഇൻസ്റ്റാഗ്രാമിലെ? ഒരുപാട് ട്രെൻഡുകൾ ഉണ്ടല്ലോ. അയ്യോ ഇഷ്ടമല്ലാത്ത ട്രെൻഡ് എനിക്കിപ്പോ ജെമിനി ട്രെൻഡ്സ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തില്ലേ? അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും, പക്ഷെ വീഡിയോ ഇപ്പൊ എല്ലാരും ഇടുന്ന സമയത്ത് ജെമിനി, എല്ലാം ജെമിനി ആയല്ലോ, ഫീഡ് മൊത്തം ജെമിനി ആയി. ഞാൻ ചെയ്തിട്ടുണ്ട് 2 വീഡിയോ. ഞാൻ എന്നെ തന്നെ വെറുപ്പിട്ടായിട്ട്, അത് ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ തന്നെ എന്നെ വെറുപ്പിട്ടായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അത് സമയം കഴിഞ്ഞു. ജെമിനി ട്രെൻഡാണ് ഇഷ്ടമല്ലാത്ത. ഓക്കെ, ഒരു സോറി എന്നെ തെറ്റിപ്പേ, ഡ്രാഫ്റ്റിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സോങ്, ഇനി ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു സോങ്? ഫിൽറ്റർ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അത് അൽവാക്കണ്ണാളെ ആ പാട്ടാണ്. കുറെ നാളായിട്ട് അത് ഇരിക്കുന്നതല്ലേ? അത് എന്റെ മനസ്സിൽ അതിന്റെ എന്ത് റിസർച്ച് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ പൽവാൽ ദേവനൊക്കെ ഞാൻ എന്ത് ഫിൽറ്റർ ഇട്ട് ചെയ്യും, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രല്ല പൽവാൽ ദേവ എന്തൊക്കെയോ വേർഡ്സ് ഉണ്ട് അതില്. എന്താണ് പുള്ളി മുസ്ലിം പരാതി അല്ലേ എഴുതിയത്? അല്ല, വിനായക് ശശികുമാർ. ആണോ? പുള്ളിയോട് ചോദിക്കണം. വിനായക് ശശികുമാർ എന്റെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ആണോ? ഏതിനാ? ചന്തു സലീംകുമാർ മെസ്സേജ് അയച്ച ആ ഒരു വീഡിയോയില് വിനായക് ശശികുമാർ കമന്റ് ഇട്ടു. അപ്പൊ ചോദിച്ചു നോക്കാം, ചിലപ്പോൾ റിപ്ലൈ കിട്ടുമായിരിക്കും. ചന്തുവിലേക്ക് ഞാൻ എത്താനായിരുന്നു, നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തതിൽ ഒരു ബ്ലൂപ്പർ മൊമെന്റ് ഇപ്പോഴും ഓർത്തോർത്ത് ചിരി വരുന്നത്? ഞാനൊരു മ്യൂസിക് ആൽബം ചെയ്തിരുന്നു. അത് വലിയ കുറെ റെക്കഗ്നീഷൻ ഒക്കെ കിട്ടിയതാണ്. ഇപ്രാവശ്യം ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ഒക്കെ ആയ മ്യൂസിക് ആൽബമാണ്. ആദി മൻവിന്റെ സഫർ. അതിൽ ഞാൻ ജിന്നായിട്ടാണ് അഭിനയിക്കുന്നത്. അത് വേറൊരാളെയാണ് വെച്ചത്. അവസാനം അവർക്ക് വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അസിസ്റ്റന്റ് പോയതാ, എന്നെ ജിന്നാക്കി. അത് വല്ലാത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു. ഇതൊട്ട് ഞാൻ ജമാ മസ്ജിദിൽ നടക്കുമ്പോൾ ആൾക്കാർ ഞാൻ എന്തോ ഭ്രാന്തനാണെന്നൊക്കെ വെച്ചു. കോസ്റ്റ്യൂം ചാർലിയുടെ ഒരു വലിയൊരു വൈറ്റ് കളർ, ഒരു തൊപ്പി, അതുപോലെ ഒരു പാന്റ്. എന്നെ ജമാ മസ്ജിദിൽ ഒരു തെണ്ടിയ നിർത്തുന്ന പോലെ നിർത്തിയടാ അവിടെ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി പോവായിരുന്നു. ഞാൻ നിന്നൊരുങ്ങില്ല. അതാ വീഡിയോയിൽ അതേപോലെ ഉണ്ട്. എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലായി. ആരും പോയി നോക്കണ്ട. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇത് ഞാൻ ആഡ് ചെയ്തത് പോയത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായേനെന്ന്? ഞാൻ ബേസിക്കലി ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഞാൻ അക്കാദമിക്സുമായിട്ട് ആന്ത്രപ്പോളജി പഠിച്ച് വിഷ്വൽ ആന്ത്രപ്പോളജി എടുത്ത് ഡോക്യുമെന്ററി ഒക്കെ എടുത്ത് നടക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ ഇടയിൽ ഇതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അശ്വിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അശ്വിന്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ്? കളവൻ. കിളവനോ? എന്താ അത് വെച്ചാൽ ഏറ്റവും പ്രായം കൂടുതൽ ഞാൻ 9 കൊല്ലമായി ഡൽഹിയിൽ. അന്നജ് എന്നൊക്കെ പറഞ്ഞ എന്റെ റൂംമേറ്റ് ഉണ്ട്. ഇവനൊക്കെ എപ്പോഴും ഇതാ. എനിക്ക് അവനും ഞാനും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ കിളവൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ. എനിക്കത് മനസ്സിലാകും, എന്റെ കൂട്ടത്തിൽ ഇത് തന്നെയാ. വലിയ പ്രശ്നമാണത്. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ നിന്നെ ഞാൻ തല്ലാത്തത് നീ കിളവനെ തല്ലിക്കൊന്നു ആൾക്കാർ പറയുന്നതാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ട് വരും. അപ്പൊ ഇപ്പൊ ഒരു 2005 പഠിച്ച ആൾക്കാർ അവിടെ പഠിക്കാൻ സമയത്ത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അപ്പോ എന്നോട് പറയാം 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുട്ടികൾ വന്നിപ്പോ. ഞാൻ ഓക്കെ, അപ്പൊ ഇവര് കളവെന്ന് വിളിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ ഓക്കെ, അടിപൊളി. ഇൻസ്റ്റാഗ്രാം ഒരു റിയൽ ലൈഫ് ഏതാണ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും പാട്? റിയൽ ലൈഫ്. ഇൻസ്റ്റാഗ്രാം എളുപ്പാ, ഒരു പരിപാടി ഇല്ല. നമുക്ക് എന്ത് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ എന്താന്ന് ആൾക്കാർ അറിയുകയും ചെയ്യില്ല. ഒരു വല്ലാത്തൊരു മാസ്ക് ആണല്ലോ. റിയൽ ലൈഫ് ഇത്തിരി പാടാണ്. ഫേക്ക് ചെയ്ത് മാസ്ക് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. അടുത്ത ഒരു റീൽ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര റീച്ചിലേക്ക് എത്തിപ്പോയത്? ചന്തു സലീംകുമാർ. വിചാരിച്ചില്ല അത്ര റീച്ച് വരുമെന്ന്. ഓ, അടിപൊളി. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ഒരു എക്സാം ഉണ്ടായിരുന്നെങ്കിൽ അശ്വിൻ ഏതിലായിരിക്കും ഫെയിൽ ആവുന്നത്? കണ്ടന്റ് ക്രിയേഷൻ എക്സാമിൽ ഞാൻ പഠിക്കും. ഓ, പഠിപ്പിച്ചാണല്ലേ. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റാപ്പിഡ് ഫയർ. അടിപൊളിയായിട്ട് നടന്നു. കഴിഞ്ഞിട്ടില്ല, സംസാരം കഴിഞ്ഞിട്ടില്ല. ഓക്കെ.
ഓക്കെ, നമുക്കിനി ഞാൻ ചന്തുവിലേക്ക് എത്താന്ന് പറഞ്ഞല്ലോ. ചന്തു സലീം കുമാറായിട്ടുള്ള എന്തായിരുന്നു ആ സിനിമ എന്തോ കണ്ടു എന്ന് അറിയാതെ പറഞ്ഞു പോയി, എന്തായിരുന്നു ശരിക്കും പ്രശ്നം? ചന്തു സലീം കുമാർ എന്റെ കൂടെ പഠിച്ച കൃഷ്ണ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം, ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പൊ ഏതോ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ, ആ സമയത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും അത്ര ആക്റ്റീവ് ആയിട്ടില്ല, ഫേസ്ബുക്ക് ഇങ്ങനെ കളിക്കുന്ന സമയമാണ് 2017, 18 ആ ഒരു സമയത്ത്. അപ്പൊ അതിൽ സലീം കുമാറിനെ പറ്റി, അഭിനയ പാടവത്തെ പറ്റി ഒരു ചർച്ച നടക്കുക. അപ്പൊ ആൾക്കാര് കല്യാണരാമൻ അങ്ങനെയുള്ള പുലിവാൽ കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു ഇന്റലക്ച്വൽ ആവാൻ വേണ്ടിട്ട് ആ സമയത്ത് എവിടുന്നോ പത്രത്തിൽ നിന്ന് എവിടെ കണ്ടു കറുത്ത ജൂതൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സലീം കുമാറിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് കറുത്ത ജൂതന്റെ അഭിനയം, അതാണ് അഭിനയം, അല്ലാതെ ഈ പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ കോമഡി പരിപാടി എന്നല്ല, അത് വെറുതെ ഒന്ന് ഒരു ഇന്റലക്ച്വൽ കളിച്ചതാണ്. ഞാൻ സഞ്ജു സലീം കുമാർ എനിക്ക് മെസ്സേജ് അയച്ചു, നീ എവിടുന്ന കറുത്ത ജൂതൻ കണ്ടു ചോദിച്ചിട്ട്. ഞാൻ കണ്ടില്ലല്ലോ, ഞാനത് തിയേറ്ററിന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു. കൊള്ളാം മോനെ, അത് തിയേറ്ററിൽ റിലീസ് ആയിട്ട് ഞാൻ പിന്നൊന്നും മെസ്സേജ് അയച്ചില്ല. പിന്നെ ഞാൻ റിപ്ലൈ ചെയ്തതേ ഇല്ല, ഒന്നും ചെയ്തില്ല. എങ്ങനെ റിപ്ലൈ ചെയ്യും, വല്ലതും പറയാൻ പറ്റുമോ? ചന്തു ആ ലെവൽ എത്തിയിട്ടില്ല. ഇല്ല ചന്തു സലീം കുമാറിന്റെ മകനാണെന്ന് തന്നെ കുറെ പേർക്ക് അറിയില്ല ആ സമയത്ത്. എനിക്ക് ഈ കൃഷ്ണ വഴി അറിയായിരുന്നു അങ്ങനെ. അപ്പോ ഞാൻ എന്നിട്ട് ലോക കണ്ട സമയത്ത്, ആ സമയത്താണ് ഞാൻ ഇതിന് ശേഷം ഒരു മെസ്സേജ് അയക്കുന്നത്. ലോക കണ്ടു, ഇഷ്ടമായി എന്ന് മെസ്സേജ് അയച്ചു. അതൊരു പുള്ളിക്കാരൻ ഒരു ലവ് റിയാക്ഷൻ തന്നു. അതിനുശേഷം ഇതിന് ബാക്കി അതിന്റെ കോൺവെർസേഷൻ ഒന്നും ബാക്കി ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആ സിനിമ കണ്ടോ കറുത്ത ജൂതൻ? ഇല്ല, ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. യൂട്യൂബിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കാണും എന്തായാലും. സെറ്റ്, അടിപൊളി. അതുപോലെ തന്നെ സഞ്ജു സാംസന്റെ അനിയനോ ആണെന്നെന്തോ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ? ഞാൻ ബഡ്വാനിയിലായിരുന്നു എന്റെ ഫീൽഡ് വർക്ക്. അത് ചൈന ബോർഡറിലാണ്. നമ്മുടെ ഈ കമോനി എന്ന് പറഞ്ഞ ഭാഷയാണ്. ഹിന്ദി ഞാൻ അത്യാവശ്യം സംസാരിക്കും. ഈ കമോനി ഭാഷ സംസാരിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് മനസ്സിലായി. ഹിന്ദി പോലെ തോന്നും, എന്നാൽ ഹിന്ദി അല്ല. അപ്പോൾ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. അതായത് ആ സ്ഥലത്ത് ഇൻഡോ ചൈന ബോർഡറാണ്. മലയാളികൾ എത്തിപ്പെടൽ ഭയങ്കര കുറവാണ്. മുൻസിയാരി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അപ്പൊ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് സഞ്ജു സാംസൺ എന്നൊക്കെ പറയാൻ തുടങ്ങി. സഞ്ജു സാംസൺ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രദർ ആണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതാ. പുള്ളിക്കാരി വിചാരിച്ചു എന്റെ കസിൻ ബ്രദറോ എന്റെ ബ്രദറോ മറ്റോ ആണ് സഞ്ജു സാംസൺ. പിന്നെ എന്നെ എടുത്ത് നടക്കായിരുന്നു. ബാക്കി എല്ലാവരും നടന്ന് ഫീൽഡ് വർക്കിന് പോകുമ്പോ എനിക്ക് കാറ് എന്നെ കൂട്ടാൻ വരും രാവിലെ. ഞാനിങ്ങനെ പോവും. എന്നിട്ട് അവസാനം എന്നോട് ഒരു കബഡി ടൂർണമെന്റ് അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. എനിക്ക് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് എല്ലാ കുട്ടികളെയും പരിചയപ്പെടുത്തി സഞ്ജു സാംസന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റും, അടി കിട്ടൂലേ അനിയനല്ല എന്നൊക്കെ പറഞ്ഞാ. അവർക്ക് ഇപ്പോഴും അറിയില്ലല്ലേ? ഇല്ല. അതാണ് കുറെ ട്രക്ക് ചെയ്ത് ഒരു മഞ്ഞ് മലയുടെ അടുത്തേക്ക് ട്രക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഞാനിപ്പോ സഞ്ജു സാംസന്റെ അനിയനല്ല പറഞ്ഞ ഈ കാറ് മിസ്സായാലോ? സാറുമാർക്ക് പോലും കാറില്ല, ഞാൻ കാറിൽ പോകും. സാറുമാരെ നടന്നു എത്തും. ഇവര് ചോദിക്കും എങ്ങനെയാണ്, അതൊക്കെ ഉണ്ട്, നമ്മള് കമ്പനിയാണെന്നൊക്കെ പറയട്ടെ, റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറയാറില്ല. പക്ഷെ അശ്വിൻ ഇതൊക്കെ പുറത്ത് പറയാനുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ എന്റെ ലൈഫിലെ കണ്ടന്റ് മൊത്തം അബദ്ധ കണ്ടന്റുകളാണ്. ഈ സാധനങ്ങളൊക്കെ സംഭവിക്കുന്ന ഇത് അങ്ങനെ പൊതുവെ വേറെ ആയിരിക്കും അങ്ങനെ ഇത്ര അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതൊരു വെറൈറ്റി ആണല്ലോ. അങ്ങനെ അത് കണ്ടന്റ് ആക്കി ഇടുന്നതാണ് എനിക്കിഷ്ടമാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ വേറൊരാളെ പറഞ്ഞ് കളിയാക്കുമ്പോഴാണല്ലോ അത് മറ്റ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റൻസിലേക്ക് പോകുന്നത്. സെൽഫ് ട്രോളിന് പ്രശ്നം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് ആരെങ്കിലും അശ്വിനെ ട്രോൾ ചെയ്യാലും അത് ഇഷ്ടമാണ്. എന്നെ കളിയാക്കാൻ ഇഷ്ടമല്ല, എനിക്ക് അങ്ങോട്ട് കളിയാക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെൽഫായിട്ട് കളിയാക്കാനും സാധനങ്ങൾ പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി അശ്വിൻ ആസ് എ പേഴ്സൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാനൊരു ആംബിവേർട്ട് ആണ്. ഞാൻ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ഒരു വലിയ ഓഡിയൻസിലേക്ക് പോകുന്ന സമയത്തൊക്കെ കുറെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പറ്റില്ല. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. ഇത്തിരി ആൾക്കാരെ കാണാനോ അവിടെ പോയി നിൽക്കാനോ എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാ ഞാൻ മീഡിയ റിപ്പോർട്ടർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, ഈ സാധനങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ നമ്മളെ എൻജോയ്മെന്റ് പോകുന്ന ക്രൗഡഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ എനിക്ക് കുറച്ച് ഓക്കോർഡായി. ഞാനിപ്പം ആംബിവേർട്ടാണ് എക്സ്ട്രോവേർട്ടാണ് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ തന്നെ അതൊരു എടുത്തിട്ടില്ല. ഒരു വീഡിയോയും ക്യാമറ സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രോവേർട്ട് എന്ന ആൾക്കാർക്ക് തോന്നുമെങ്കിലും എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. ആൾക്കാരോട് സംസാരിക്കുക, ഈ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിലൊക്കെ ഞാൻ വീക്കാം. ഈ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്നായിരുന്നു. അല്ല, ഇപ്പോഴും എനിക്ക് അങ്ങനെ സംസാരിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നി. ആ തോന്നല് മറ്റൊന്നുമില്ല. അടിപൊളി. അപ്പൊ ഫസ്റ്റ് ടൈം അല്ലേ ഇപ്പൊ ഇന്റർവ്യൂവിന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇന്റർവ്യൂവിന് ഇപ്പുറത്തിരുന്നിട്ടുണ്ട്, ഞാൻ അതാ പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്, ഞാൻ കൈരളി ന്യൂസിൽ ജേർണലിസ്റ്റ് ആയിട്ടിരുന്ന കുറെ ആൾക്കാർ ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഇരിക്കുന്നത്.
മറ്റേ സാധനം നമുക്ക് പ്രിപ്പയർഡ് ആവാലോ, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഇതെന്താ ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ല, രസമായിരുന്നു, ഫണ്ണായിരുന്നു, എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയോ? ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാനുള്ളത് എനിക്ക് തന്നെ കിട്ടി. ചെയ്തത് എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അശ്വിനെ നേരത്തെ തൊട്ട് അറിയായിരുന്നു. അപ്പൊ ഞാനായിട്ട് വീഡിയോ ഒക്കെ കണ്ടു വന്നപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു വിളിക്കാൻ ഇപ്പോഴാണ് പറ്റിയതെന്നേ ഉള്ളൂ. മോസ്റ്റ് വെൽക്കം. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണോ? ഇല്ല, ഞാൻ ഇന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് 2 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ അക്കാദമിക്സ് പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. കുറച്ച് വർക്ക് അങ്ങനെയുള്ള പരിപാടികളായിട്ട് തിരക്കിലായിരുന്നു. ഉടൻ വരുന്നതായിരിക്കും. വീട്ടിലെത്തി വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും അപ്പൊ ഇന്ന ഈ സമയവും ദിവസമൊന്നും അങ്ങനെ നോക്കി വെക്കൂല? ഞാനില്ല, എന്റേത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. അപ്പൊ തോന്നുന്ന കണ്ടന്റ് അപ്പൊ എടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യാറില്ല. അത് ഇപ്പൊ ഒരു കണ്ടന്റ് തോന്നി എന്നാ ഇപ്പൊ എടുത്തേക്കാം, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്ലാൻ ചെയ്ത് നോട്ട് ചെയ്ത് ആ പരിപാടി ഇല്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്നും പ്ലാനിങ്ങോ പരിപാടിയോ ഒന്നും ഇല്ലാതെയാണ് ഈ സാധനം ചെയ്യാറുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസ് വരാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കണ്ടൊരു സമാധാനം കിട്ടുമല്ലോ. അതിലൊരാളാണ് ഈ പശുവിൻ്റെ വീഡിയോസ് എനിക്ക്. അപ്പോൾ എന്തായാലും അടുത്ത പെട്ടെന്ന് തന്നെ വരട്ടെ. അക്കാദമിക് പരിപാടികളും അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. നമുക്ക് ഇനിയും കുറച്ചാളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഇതുപോലെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല, അതിൽ സന്തോഷം. കുറച്ചും കൂടെ അടിപൊളി. അപ്പൊ സെറ്റ് അടിപൊളി, നമുക്ക് വീണ്ടും കാണാം.